ആദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ പരിശുദ്ധ ദീൻ അനുസരിച്ച് ജീവിക്കുവാൻ നാം ഓരോരുത്തരെയും ആദ്യമായി വസിയത്ത് ചെയ്തുകൊള്ളുന്നു. അല്ലാഹുവിൻ്റെ അനുഗ്രഹത്താൽ നമ്മുടെ ജീവിതത്തിലെ ഒരു പുതിയ റമളാനിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലൊരു ഭാഗ്യമാണ് ഒരു റമളാനും കൂടി ലഭിക്കുക എന്നുള്ളത്. കഴിഞ്ഞ റമളാനിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന പലരും ഇന്ന് നമ്മുടെ കൂടെ ഇല്ല. അടുത്ത റമളാനിൽ നമ്മളുണ്ടാകുമോ, ഈ റമളാനിനെ നമുക്ക് പൂർത്തീകരിക്കാനാകുമോ എന്നും നമുക്കറിയില്ല. ഓരോ ഇബാദത്തുകളും അവസാനത്തെ ഇബാദത്തായി നിർവഹിക്കാൻ, അടുത്ത നിമിഷം അല്ലാഹുവിലേക്ക് യാത്ര തിരിക്കാനുള്ളവരാണെന്ന ബോധ്യത്തോടു കൂടി ഇബാദത്തുകൾ ചെയ്യാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നോമ്പിനെ സംബന്ധിച്ച് ഒരുപാട് മനസ്സിലാക്കിയവരാണ് നമ്മളെല്ലാവരും. എന്നാലും ഒരു അനുസ്മരണം എന്ന നിലയ്ക്ക് ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ്. ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് റമളാനിലെ നോമ്പ്. റമളാൻ മാസത്തിലെ നോമ്പ് അനുഷ്ഠിക്കൽ നിർബന്ധമാണ്. ബോധപൂർവം റമളാനിലെ നോമ്പ് ഉപേക്ഷിച്ചാൽ അയാൾ സത്യനിഷേധിയാകും. വറൽ ഇസ്ലാമി വ ഖവായിദുദ്ദീൻ സലാസത്തുൻ അലി ഇന്ന ഉസ്സുൽ ഇസ്ലാം മൻ തറക വാഹിദും മിൻഹുന്ന വഹുവ ബിഹാ കാഫിറുൻ ഹലാലുദ്ദമി ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ ഇഖാമിസ് സ്വലാ വ സൗമി റമളാൻ. ഇസ്ലാമിൻ്റെ 3 അടിസ്ഥാനങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ഉപേക്ഷിക്കുന്നവൻ സത്യനിഷേധിയാണ്. അത് ഇസ്ലാമിൻ്റെ അടിസ്ഥാനങ്ങളാണ്. അഥവാ ഇസ്ലാമിൻ്റെ ഷഹാദത്ത്, നമസ്കാരം, നോമ്പ് ഇവ ഉപേക്ഷിക്കുന്നവൻ കാഫിറാണ്, വദാർക്കനാണ്. അതുകൊണ്ട് നോമ്പ് അല്ലാഹു തആല നമ്മുടെ മേൽ നിർബന്ധമാക്കിയ അമലാണ് എന്ന ബോധ്യത്തോടു കൂടി റമളാനിലെ നോമ്പുകളെ അനുഷ്ഠിക്കാൻ നാം ശ്രമിക്കണം. അല്ലാഹു തആല അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. നോമ്പ് നിർബന്ധമാക്കിയത് എന്തിനാണ് എന്ന് നോമ്പ് നിർബന്ധമാക്കിയ ആയത്തിൽ അല്ലാഹു തആല വ്യക്തമാക്കിയിട്ടുണ്ട്. കുത്തിബ അലൈക്കുമുസ് സിയാമു കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങൾ തഖ്വ ഉള്ളവരായി തീരാനാണ് നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് നിർബന്ധമാക്കിയതുപോലെ അല്ലാഹു തആല നിങ്ങൾക്കും നോമ്പിനെ നിർബന്ധമാക്കിയിരിക്കുന്നത്. വളരെ വ്യക്തമാണ്. തഖ്വ വർദ്ധിക്കാനും തഖ്വ ഉള്ളവരാകാനും വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നത്. അഥവാ ഇസ്ലാമിക ജീവിതം നയിക്കുമ്പോൾ കൂടുതൽ തഖ്വയും അല്ലാഹുവിനെക്കുറിച്ചുള്ള പേടിയും അവൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ച് പാലിക്കാനുള്ള മനക്കരുത്തും നേടിയെടുക്കാൻ വേണ്ടിയാണ് അല്ലാഹു തആല നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതമാണ് അല്ലാഹുവിന് സമർപ്പിക്കേണ്ടത്. അല്ലാഹുവിന് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളും അല്ലാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിലായിരിക്കണം. അങ്ങനെ അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ജീവിക്കുന്ന സത്യവിശ്വാസിക്ക് കരുത്ത് പകരുന്നതാണ് ഇസ്ലാമിലെ ആരാധനകൾ. ശരിക്കും ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഇബാദത്താണ്. ഭക്ഷണം കഴിക്കുന്നതും യാത്ര ചെയ്യുന്നതും വസ്ത്രം ധരിക്കുന്നതും നമ്മുടെ ഭൗതികമെന്ന് നമ്മൾ ധരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒരർത്ഥത്തിൽ ഇബാദത്താണ്. അതിലൊക്കെയും അല്ലാഹുവിൻ്റെ നിയമങ്ങളുണ്ട്. അതൊക്കെയും നിർവഹിക്കുമ്പോൾ പ്രാർത്ഥനകളുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, രാവിലെ എഴുന്നേൽക്കുമ്പോൾ പ്രാർത്ഥന, ഉറങ്ങാൻ നേരത്ത് പ്രാർത്ഥന, വാഹനത്തിൽ കയറുമ്പോൾ പ്രാർത്ഥന, അതേപോലെ ഭക്ഷണം കഴിക്കുമ്പോൾ, മലമൂത്ര വിസർജനത്തിന് പ്രവേശിക്കുമ്പോൾ, പ്രവേശിച്ച് പുറത്തിറങ്ങുമ്പോൾ, രാത്രി കിടക്കാൻ നേരത്തെ എല്ലാ സന്ദർഭത്തിലും പ്രാർത്ഥനയുണ്ട്. അദ്ദുആഉ മുഖുൽ ഇബാദ, ഇബാദത്തിൻ്റെ മജ്ജയാണ് പ്രാർത്ഥന. അഥവാ എല്ലാം ഇബാദത്താക്കി തീർക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ ഇസ്ലാമാകുന്ന വാഹനം അങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് പെട്രോൾ അടിക്കേണ്ടി വരും. ആ പെട്രോൾ അടിക്കലാണ് നമസ്കാരം. ഒരർത്ഥത്തിൽ അതിനങ്ങനെ ഉപമിക്കാം.
5 നേരവും സമയാധിഷ്ഠിതമായി നമസ്കരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവിതം സമർപ്പിക്കുന്ന വിശ്വാസിക്കത് കരുത്താണ്. അള്ളാഹുമായുള്ള മുലാഖാത്താണ് നമസ്കാരം. മിഅ്റാജുൽ മുഅ്മിൻ്റെ വാനാരോഹണമാണ്. അത് അയാൾക്ക് ശക്തി പകരും. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നീചവും നികൃഷ്ടവുമായ കാര്യത്തിൽ നിന്ന് നമസ്കാരം അയാളെ തടയുകയും ചെയ്യും. അങ്ങനെ ആ വാഹനം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ആ വാഹനത്തിൻ്റെ പല പാർട്സുകളും കേടാകും. പലയിടത്തും അതിന് തകരാറുകൾ സംഭവിക്കും. എൻജിന് തകരാറുകൾ സംഭവിക്കും. പെയിൻറ്റുകൾ പോയിരിക്കും. ആ സന്ദർഭത്തിൽ നമ്മൾ ആ വാഹനത്തെ ഒന്ന് സർവീസ് സെൻ്ററിലേക്ക് കയറ്റും. അടിമുടി ശരിയാക്കാൻ, എല്ലാ അർത്ഥത്തിലും ശരിപ്പെടുത്താൻ റമദാനിലെ നോമ്പിനെ അങ്ങനെ വേണമെങ്കിൽ ഉപമപ്പെടുത്താം. ഇസ്ലാമാകുന്ന നമ്മുടെ ജീവിതത്തെ 1 മാസക്കാലത്തെ ഒരു ശുദ്ധീകരണ പ്രക്രിയയിലേക്ക് നയിക്കുകയാണ്. ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളും പരിശുദ്ധമായ നോമ്പിൽ ശുദ്ധീകരിക്കപ്പെടുന്നു എന്ന് മനസ്സിലാക്കണം. നമസ്കാരം എന്ന് പറയുന്നത് 5 മിനിറ്റ് അല്ലെങ്കിൽ 8 മിനിറ്റ് 10 മിനിറ്റുള്ളൊരു കർമ്മം മാത്രമാണ്. നമസ്കാരത്തിൽ നമ്മൾ മറ്റൊന്നും ചെയ്യുന്നില്ല. ഒരു സ്ഫോടനം നടന്നാൽ പോലും തിരിഞ്ഞു നോക്കൂല, മറ്റൊന്നിലേക്ക് തിരിഞ്ഞു നോക്കൂല, ഒന്നും കേൾക്കൂല, ഒന്നും ചിന്തിക്കുക പോലും ചെയ്യില്ല. നമസ്കാരത്തിൽ മാത്രമാണ് ചിന്ത. നമസ്കാരത്തിൻ്റെ സുജൂദിലേക്കാണ് അയാളുടെ നോട്ടം. പക്ഷേ നോമ്പ് അങ്ങനെയല്ല. നോമ്പൊരു ഇബാദത്താണല്ലോ. പക്ഷേ ഏറ്റവും സുദീർഘമായ ഇബാദത്ത് നോമ്പാണ്. ഏറ്റവും സുദീർഘമായ ഇബാദത്ത്. ഹജ്ജ് പോലും 6-7 ദിവസമേ ഉള്ളൂ. പക്ഷേ നോമ്പ് തുടർച്ചയായി 14 മണിക്കൂർ, തുടർച്ചയായി 30 ദിവസമാണ്. നോമ്പിൽ ഒരാൾ ഇബാദത്തും ചെയ്ത് അങ്ങനെ ഇരിക്കുകയല്ല. നോമ്പിൽ അയാൾ കച്ചവടം ചെയ്യും. നോമ്പെന്ന ഇബാദത്ത് ചെയ്തുകൊണ്ട് അയാൾ ഇടപാടുകൾ നടത്തും. നോമ്പെന്ന ഇബാദത്തിൽ ഏർപ്പെട്ടുകൊണ്ട് അയാൾ വർത്തമാനം പറയും. നോമ്പെന്ന ഇബാദത്തിൽ ഏർപ്പെട്ടുകൊണ്ട് അയാൾ പലതും കാണും. നോമ്പെന്ന ഇബാദത്തിൽ ഏർപ്പെട്ടുകൊണ്ട് അയാൾ ജീവിക്കും. അഥവാ ഒരു ഇബാദത്തിലായി എങ്ങനെ ജീവിക്കണമെന്നതിൻ്റെ 1 മാസക്കാലം നീണ്ടു നിൽക്കുന്ന പരിശീലനമാണ് വിശ്വാസിക്ക് റമദാനിൻ്റെ നോമ്പ് നൽകുന്നത്. നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. നമ്മളിപ്പോൾ വർത്തമാനം പറയുന്നത് ഇബാദത്തിലായിക്കൊണ്ടാണ്. മല്ലം യദാ ഖൗല അസ്സൂരി വല്ലമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫീ അൻ യദഅ തഅമഹു വശറാബഹു. ആര് വൃത്തികെട്ട വർത്തമാനങ്ങളും തദനുസാരമുള്ള പ്രവൃത്തികളും ഉപേക്ഷിക്കുന്നില്ലയോ, ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിക്കണമെന്ന് അല്ലാഹുവിനൊരാവശ്യവുമില്ല. അഥവാ ഒരു നോമ്പുകാരൻ ഒരാൾ വഴക്കിന് വന്നാൽ ഇന്നി സായിമുൻ എന്ന് പറയണം. ഞാൻ നോമ്പിലാണ്, തിരിച്ച് പ്രതികരിക്കാൻ എനിക്കാവില്ല, ഞാൻ നന്മയുടെ പ്രതികരണശേഷി നേടിയെടുക്കാനുള്ള പരിശീലനത്തിലാണ്. അഥവാ നമ്മൾ ഒരു ആരാധനയിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. 1 മാസക്കാലം ആരാധനയിൽ എങ്ങനെ ജീവിക്കണമെന്ന പരിശീലനത്തിലൂടെ തുടർന്നുള്ള ജീവിതം നന്നാക്കാൻ ശ്രമിക്കുകയാണ്. ആദ്യം നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഒരിക്കലും റമദാനിലൊരു നന്നാവൽ എന്നൊന്നില്ല. ഇനി അങ്ങോട്ട് നന്നാകാനുള്ള പരിശീലനം നൽകുകയാണ് അല്ലാഹു തആല. നിങ്ങൾ നോക്കൂ, റമദാനാണ്, ശഹ്റും മുബാറക്കാണ്. സ്വർഗീയ കവാടങ്ങൾ തുറക്കപ്പെടുന്ന നാളുകളാണ്. നരകത്തിൻ്റെ കവാടങ്ങൾ കൊട്ടിയടക്കപ്പെടുന്ന നാളുകളാണ്. വസുഫിദത്തി ശയാത്തീൻ, പിശാചുക്കൾ ബന്ധനസ്ഥരാക്കപ്പെടുന്ന അനുഗ്രഹത്തിൻ്റെ പുണ്യ ദിവസങ്ങളാണ്. പക്ഷേ മുസ്ലിമീങ്ങൾക്ക് അല്ലാഹു തആല ഒരു അമലും കൂടുതൽ നിശ്ചയിച്ചു തന്നിട്ടില്ല. നോമ്പല്ലേ എന്ന് കരുതി ളുഹർ 5 റക്അത്താക്കിയിട്ടില്ല. നോമ്പല്ലേ എന്ന് കരുതി 5 വഖ്ത് 6 വഖ്താക്കിയിട്ടില്ല. നോമ്പിൽ ഒരമലും കൂടുതലില്ല. തറാവീഹ് നമസ്കാരം പോലും എന്നുമുള്ള നിസ്കാരമാണ്. അത് റമദാനിക്ക് വേറെ കിട്ടിയൊരു പേര് മാത്രമാണ് തറാവീഹ്. എല്ലാ ദിവസവും വിശ്വാസി നമസ്കരിക്കേണ്ട നമസ്കാരമാണ് തറാവീഹ്. ഖിയാമുൽ ലൈൽ, തഹജ്ജുദ്, വിത്ർ എന്നൊക്കെ പേരിൽ അതറിയപ്പെടുന്നു. അഥവാ റമദാൻ മാസമല്ലേ എന്ന് കരുതി ഒരു അമലും അല്ലാഹു കൂടുതൽ തന്നിട്ടില്ല. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഒരമലും കൂടുതൽ ചെയ്യണ്ട എന്നല്ല. റമദാൻ കഴിഞ്ഞാൽ അവസാനിപ്പിക്കാവുന്ന ഒരു അമലും അല്ലാഹു നിശ്ചയിച്ചിട്ടില്ല. എന്താണോ റമദാനിലെ പരിശീലനത്തിലൂടെ വിശ്വാസി നേടുന്നത്, അതിനെ റമദാനാനന്തരം തുടരാൻ ഒരു സത്യവിശ്വാസിക്ക് കഴിയണം. അതുകൊണ്ടാണ് റമദാൻ കഴിയുമ്പോൾ മഹാന്മാർ പറഞ്ഞത്, വമൻ യഅ്ബുദു റമദാന ഫഇന്ന റമദാന ഖദ് മാത് വമൻ യഅ്ബുദുല്ലാഹ ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്ത്.
ആരെങ്കിലും റമദാൻ മാസത്തെയാണ് ഇബാദത്ത് ചെയ്തതെങ്കിൽ ശവ്വാൽ പിറന്നിരിക്കുന്നു, റമദാൻ ഇതാ മരിച്ചിരിക്കുന്നു. ആരെങ്കിലും അല്ലാഹുവിനെയാണ് ഇബാദത്ത് ചെയ്തിരുന്നതെങ്കിൽ ഫഇന്നല്ലാഹ ഹയ്യുൽ ലാ യമൂത്ത്, അല്ലാഹു എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്, മരിക്കാത്തവനാണ്. സഹോദരന്മാരെ, നമ്മൾ എടുക്കേണ്ട തീരുമാനം, ഞാൻ എന്ത് റമദാനിൽ ആരംഭിച്ചോ, ഞാൻ എന്ത് റമദാനിൽ തുടങ്ങിയോ അതിനെ ഞാൻ തുടരുമെന്ന തീരുമാനത്തോടു കൂടിയായിരിക്കണം റമദാൻ മാസത്തിൻ്റെ വ്രതമനുഷ്ഠിക്കേണ്ടത്. റമദാനിൽ മാത്രം ഒരു ഖുർആൻ പാരായണമില്ല, ഖുർആൻ എന്നും അയാൾ പാരായണം ചെയ്യേണ്ടതുണ്ട്. റമദാനിൽ മാത്രം ഒരു നമസ്കാരമില്ല, റമദാനിൽ ശേഷവും അയാൾ നമസ്കാരം തുടരേണ്ടതുണ്ട്. വഹുവ റബ്ബുർ റമദാൻ, തീർന്നില്ല, വഹുവ റബ്ബുശ് ശവ്വാൽ വറബ്ബുൽ ഖാദ് വറബ്ബുൽ ഹജ്ജ്. അല്ലാഹു തആല റമദാനിന്റെ മാത്രം റബ്ബല്ല, ശവ്വാലിന്റെയും ദുൽഖാദിന്റെയും ദുൽഹജ്ജിന്റെയും കൂടി റബ്ബാണ്. ഈ പ്രതിജ്ഞയോട് കൂടിയായിരിക്കണം റമദാൻ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കേണ്ടത്, റമദാനിൽ ഓരോ അമലുകൾ ചെയ്യേണ്ടത്. സകാത്തും റമദാനും തമ്മിൽ ഒരു ബന്ധവുമില്ല. മറ്റ് മാസങ്ങളുള്ളതുപോലെ മാത്രമേ സകാത്തിന് റമദാനുമായിട്ട് ബന്ധമുള്ളൂ. ശഅബാൻ റമദാനിന്റെ 15 ദിവസം മുമ്പ് നമ്മുടെ മകൾക്ക് കല്യാണത്തോടനുബന്ധിച്ച് 50 പവൻ സ്വർണം കിട്ടിയെങ്കിൽ, 25 പവൻ സ്വർണം കിട്ടിയെങ്കിൽ, അടുത്ത വർഷം ശഅബാനിന് തന്നെ സക്കാത്ത് കൊടുക്കേണ്ടതുണ്ട്. റമദാനിലേക്ക് സക്കാത്ത് നീട്ടിവെക്കുന്നത് തെറ്റാണ്, കുറ്റകരമാണ്. റമദാനിൽ സക്കാത്ത് കൊടുത്തത് കൊണ്ട് പ്രത്യേകിച്ച് പ്രതിഫലവും ഇല്ല. റമദാനിൽ സദഖകൾ വർദ്ധിപ്പിക്കാം, അതിനിരട്ടിരട്ടിയായി അല്ലാഹു തആല പ്രതിഫലം നൽകും. അഥവാ റമദാൻ മാസത്തിന് പ്രത്യേകത എന്തൊക്കെ മുസ്ലിമുകൾ ജീവിതത്തിൽ പാലിക്കണോ അതിനുള്ള പരിശീലനമാണ്. അതുകൊണ്ടാണ് ലഅല്ലക്കും തത്തഖൂൻ എന്ന് സൂചിപ്പിച്ചത്. എന്താണ് സഹോദരന്മാരെ തഖ്വ? തഖ്വ എന്ന് പറയുന്നത് ഒരു വേഷത്തിൻ്റെയോ രൂപത്തിൻ്റെയോ പേരല്ല. അത്തഖ്വ ഹാഹുനാ, അത്തഖ്വ ഹാഹുനാ, അത്തഖ്വ ഹാഹുനാ വയുശീറു ഇലാ സദീരി സലാസ മറ. നെഞ്ചകത്തേക്ക് ചൂണ്ടിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഹൃദയത്തിൽ നിന്ന് വരേണ്ടതാണ് തഖ്വ. അത്തഖ്വ ഹിയൽ ഖൗഫു മിനൽ ജലീൽ വൽ അമലു ബിത്തൻസീൽ വൽ ഖനാഅതു ബിൽ ഖലീൽ വൽ ഇസ്തിഗ്ദാദു ലിയൗമിർ റഹീൽ. തഖ്വ എന്ന് പറയുന്നത് മഹാനായ റബ്ബിനെ കുറിച്ചുള്ള പേടിയാണ്, അല്ലാഹു ഇറക്കിയ കിതാബ് അനുസരിച്ച് ജീവിക്കലാണ്, ചെറുതിലും തൃപ്തിപ്പെട്ട് ജീവിക്കലാണ്. വൽ ഇസ്തിഗ്ദാദു ലിയൗമിർ റഹീൽ, മരണയാത്രയ്ക്ക് വേണ്ട യാത്രാ ഒരുക്കം നടത്തലാണ് തഖ്വ. കുണ്ടും കുഴികളും നിറഞ്ഞ വഴികളിലൂടെ, മുള്ളുകളും കൊളുത്തുകളുമുള്ള വഴിയിലൂടെ, മുള്ളു തറക്കാതെ കുണ്ടിൽ വീഴാതെ സൂക്ഷിച്ച് നടക്കുന്ന നടത്തമാണ് തഖ്വ. ഹലാലുകളും ഹറാമുകളും നിറഞ്ഞ വഴിയിലൂടെ, ഹലാലിലൂടെ കാലടികൾ വെച്ചുകൊണ്ട് പടച്ചോനെ പേടിച്ച് ജീവിക്കലാണ് തഖ്വ. ആ തഖ്വ നോമ്പ് നോറ്റാൽ വർദ്ധിക്കണം. എങ്ങനെയാണ്? മാർച്ച് മാസത്തിലാണ് ഞാനും നിങ്ങളും നോമ്പ് നോക്കുന്നത്. നല്ല ചൂടുണ്ട്, നല്ല ദാഹമുണ്ട്, വിശപ്പുണ്ട്. പക്ഷേ നമ്മൾ രഹസ്യമായി വെള്ളം കുടിക്കില്ല. ഒരു മുറിക്കകത്തിരുന്ന ഒരാൾ നോമ്പുകാരൻ രഹസ്യമായി വെള്ളം കുടിക്കില്ല. കാരണം ആ മുറിക്കകത്ത് ആരുമില്ലെങ്കിലും അല്ലാഹു ഉണ്ട്, ആരും അറിയില്ലെങ്കിലും അല്ലാഹ് അറിയും. യസ്തഖ്ഫൂന മിനന്നാസ് വലാ യസ്തഖ്ഫൂന മിനല്ലാഹ്. ജനങ്ങളിൽ നിന്ന് മറച്ചു വെക്കാൻ പറ്റും, പക്ഷെ അല്ലാഹുവിൽ നിന്ന് മറച്ചു വെക്കാൻ പറ്റൂല. വിശന്ന് പൊരിയുമ്പോഴും പടച്ചോൻ കാണുമല്ലോ എന്ന് ഓർത്ത് അല്ലാഹനെ പേടിച്ച് ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിച്ച വിശ്വാസിക്ക് റമദാൻ മാസം കൊടുക്കുന്ന ഏറ്റവും വലിയ മെസ്സേജ്, ജീവിതത്തിൽ ഞാൻ എന്ത് ചെയ്താലും അല്ലാഹ് കാണും, അല്ലാഹനെ പറ്റിക്കാനാകില്ല. ഈ മെസ്സേജാണ് റമദാൻ മാസത്തിലെ നോമ്പിലൂടെ എനിക്കും നിങ്ങൾക്കും കിട്ടേണ്ടത്. ആ തഖ്വ വർദ്ധിപ്പിക്കാൻ ഞാനും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സഹോദരന്മാരെ, റമദാൻ മാസത്തെ റസൂല് ഷഹ്റു മുബാറക് എന്ന് വിശേഷിപ്പിച്ചതോടൊപ്പം അത് ഷഹ്റുൽ മുവാസാത്ത്, സഹാനുഭൂതിയുടെ മാസമാണെന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഈ നോമ്പ് വിശ്വാസികളുടെ മനസ്സിൽ സഹാനുഭൂതിയും ആർദ്രതയും കാരുണ്യവും സ്നേഹവും മനുഷ്യ സ്നേഹവും വർദ്ധിപ്പിക്കണം. നിങ്ങൾ നോക്കിയേ, നമ്മൾ ഈ സദസ്സിൽ ഒരു പക്ഷേ വീട്ടിൽ ഭക്ഷണമില്ലാത്തതിൻ്റെ പേരിൽ പട്ടിണി കിടന്നവർ കുറവായിരിക്കും. ഞാൻ കോളേജിലെ വിദ്യാർത്ഥികളോട് 500-600ഓളം കുട്ടികളോട് ഞാൻ ചോദിച്ചു, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ജീവിതത്തിൽ ഭക്ഷണം കിട്ടാതെ പട്ടിണി കിടന്നിട്ടുണ്ടോ? ഒരു കുട്ടിയും അങ്ങനെ കിടന്നിട്ടില്ല. പട്ടിണി എന്താണെന്ന് അല്ലാഹുവിൻ്റെ അനുഗ്രഹത്താൽ നമ്മൾ ഇന്ന് അറിഞ്ഞിട്ടില്ല. അതേപോലെ ലോകത്ത് വലിയ സമ്പന്നരായ മുസ്ലിങ്ങളുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ മുസ്ലിമാണ്. ലോകത്തിലെ സമ്പന്നരായ ഭരണാധികാരികളുണ്ട്. നമ്മൾ പട്ടിണി കിടന്നിട്ടില്ലെങ്കിലും അവരൊരിക്കലും പട്ടിണി കിടക്കില്ലല്ലോ. പക്ഷേ ലോകത്ത് 150 കോടി മനുഷ്യർ പട്ടിണി കിടക്കുന്നുണ്ട്.
ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം ഒരു ദിവസം 20,000 കുട്ടികൾ ഭക്ഷണം കിട്ടാതെ, പോഷകാഹാരം കിട്ടാതെ മരിച്ചു വീഴുന്നുണ്ട്. പട്ടിണി കിടക്കുന്ന മനുഷ്യന്റെ വിശപ്പിന്റെ വേദനകൾ വിശ്വാസിയെ പഠിപ്പിക്കുന്ന കർമ്മമാണ് റമദാൻ മാസത്തിലെ വ്രതാനുഷ്ഠാനം. ബ്രൂണൈ സുൽത്താനും മനസ്സിലാക്കണം പട്ടിണി എന്താണെന്ന്. സൗദിയിലെ രാജാവും ദുബായ് ഷെയ്ഖുമൊക്കെ, ലോകത്തിലെ കോടീശ്വരന്മാർ, ജീവിതത്തിൽ പട്ടിണി കിടക്കാത്തവർ വിശപ്പിന്റെ വേദനകൾ അറിയണം. വിശക്കുന്ന മനുഷ്യന്റെ വേദന എത്രയുണ്ട് എന്നറിയണം. ഗസയിലെ മക്കൾ, അവർക്ക് ഉപരോധം നീക്കിയതിന് ശേഷം കിട്ടിയ ഭക്ഷണം, 7 വയസ്സുള്ള ഒരു കുട്ടിക്ക് തൻ്റെ പാത്രത്തിൽ ഭക്ഷണം കൊടുത്തപ്പോൾ അവൻ അതിലേക്ക് നോക്കി നോക്കി പൊട്ടി കരയുന്ന ചിത്രം, വീഡിയോ നമ്മൾ കണ്ടതാണ്. ഭക്ഷണം കിട്ടിയപ്പോഴാണ് ആ കുട്ടി കരഞ്ഞത്. ഇത്രയും നാൾ ഭക്ഷണം കിട്ടാതെ വിശന്ന് പൊരിഞ്ഞു ജീവിച്ച മക്കൾ, പട്ടിണി കിടന്ന് മരിച്ച മക്കൾ, അവർക്ക് ഭക്ഷണം കിട്ടിയപ്പോൾ ആ ഭക്ഷണ തളികയിലേക്ക് നോക്കി പൊട്ടി കരയുകയാണ്. ഞാൻ പറയുന്നു, ഈ നോമ്പ് നമ്മുടെ മനസ്സിലുണ്ടാക്കേണ്ട വികാരം, 5:30 മണിക്കും 6:30 മണിക്കും നമ്മുടെ വിശപ്പ് പൊരിയുമ്പോൾ ജീവിതത്തിൽ നിന്നും പട്ടിണി കിടക്കുന്ന പാവപ്പെട്ടവന്റെ വേദനകൾ തിരിച്ചറിയാൻ ശഹ്റുൽ മുവാസാത്ത്, സഹാനുഭൂതിയുടെ മാസമാക്കി നമുക്ക് ഇതിനെ മാറ്റാൻ കഴിയണം. ഇർഹമൂ മൻ ഫിൽ അർദ് യർഹംകും മൻ ഫിസ് സമാ. ഭൂമിയിലുള്ളവരോട് കരുണ കാണിച്ചാലേ അള്ളാഹുവിന്റെ കാരുണ്യം കിട്ടൂ. കൊടുക്കാൻ കഴിയണം, പരമാവധി നൽകാൻ കഴിയണം. കൊടുത്തതേ ബാക്കിയാകൂ എന്ന് തിരിച്ചറിയണം. ആ സഹാനുഭൂതിയുടെ മാസമാക്കി റമദാനിനെ മാറ്റിയെടുക്കണം. സഹോദരന്മാരെ, റമദാൻ മാസത്തിന് അതിന്റെ മഹത്വം ലഭിച്ചത് ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഖുർആൻ ഇറങ്ങിയ മാസമാണ് റമദാൻ മാസം. വിശുദ്ധ ഖുർആനിനെ നെഞ്ചിലേന്തേണ്ട ഈ ഖുർആനിന്റെ വാർഷിക മാസമാണ് യഥാർത്ഥത്തിൽ റമദാൻ മാസം. ഞാൻ ഈ സദസ്സിനെ നോക്കി എനിക്ക് പറയാൻ കഴിയും, ഈ സദസ്സിലുള്ളവരൊക്കെയും അൽഹംദുലില്ലാഹ് നമസ്കരിക്കുന്നവരാണ്. നിങ്ങളൊക്കെ സുബഹി നമസ്കരിച്ചവരാണ്, ഇനി അസർ നമസ്കരിക്കുന്നവരാണ്. നിങ്ങളൊക്കെയും നോമ്പ് നോറ്റവരാണ്. നിങ്ങളൊക്കെയും സാമ്പത്തിക ശേഷിയുണ്ടെങ്കിൽ ഹജ്ജ് ചെയ്യുന്നവരാണ്, എനിക്കറിയാം. പക്ഷേ ഈ നല്ല സദസ്സിനെ നോക്കിയിട്ടും എനിക്ക് പറയാൻ കഴിയും, ഇതിലെ വളരെ കുറച്ചു പേർക്ക് ഖുർആനിന്റെ ആശയം എന്താണെന്ന് അറിയൂ. ഭൂരിപക്ഷം പേർക്കും ഖുർആനിനകത്ത് എന്താ പറഞ്ഞത് എന്നറിയില്ല. അഥവാ നമ്മുടെ പക്കലുള്ള ഏറ്റവും വലിയ പോരായ്മ നമസ്കരിക്കാത്തതിൻ്റെ പോരായ്മകളല്ല, നോമ്പെടുക്കാത്തതിൻ്റെ പോരായ്മകളല്ല, ഹജ്ജ് ചെയ്യാത്തതിൻ്റെ പോരായ്മകളല്ല. നമ്മുടെ ഏറ്റവും വലിയ പോരായ്മ നമ്മൾ ഖുർആനിനെ പരിഗണിച്ചില്ല എന്നുള്ളതാണ്. ഈ സമുദായം അതിൻ്റെ ഇസ്ലാമിൻ്റെ ശിആറുകളിൽ, ചിഹ്നങ്ങളിൽ ഏറ്റവും അവഗണിച്ചത് വിശുദ്ധ ഖുർആനിനെയാണ്. നമ്മൾ മനസ്സിലാക്കണം, മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സമുദായത്തിന് വേണ്ടി ശഫാഅത്തുൽ കുബ്ര നടത്തുന്ന മുസ്ലിം റസൂലുള്ളാഹ്, ഈ സമുദായം നിസ്കരിക്കാത്തതിൻ്റെ പേര് പറഞ്ഞ് നമുക്കെതിരെ അപരാധി ബോധിപ്പിക്കില്ല, നോമ്പെടുക്കാത്തതിൻ്റെ പേരിൽ അപരാധി ബോധിപ്പിക്കില്ല, ഹജ്ജ് ചെയ്യാത്തതിൻ്റെ പേരിൽ പരലോകത്ത് അപരാധി ബോധിപ്പിക്കില്ല. പക്ഷേ മുഹമ്മദുർ റസൂലുള്ളാഹ് പോലും മഹ്ശറയുടെ തീഷ്ണമായ സാഹചര്യത്തിൽ റബ്ബിനോട് പോയി പറയും, റബ്ബേ ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറാ. ഇവർ പരിശുദ്ധ ഖുർആനിനെ അവഗണിച്ചവരാണ്, ഇവർ ഖുർആനിനെ തള്ളിക്കളഞ്ഞവരാണ്, ഖുർആനിനെ പഠിക്കാത്തവരാണ്. സഹോദരന്മാരെ, എത്ര റമദാനിൽ നമ്മൾ നോമ്പെടുത്തു, ഒരു തീരുമാനമെടുത്തൂടെ അള്ളാന്റെ കിതാബിനകത്ത് എന്താ പറഞ്ഞത് എന്ന് പഠിക്കാൻ? ഒരു തീരുമാനം നമുക്ക് എടുത്തുകൂടെ? അള്ളാന്റെ കലാം എന്താണെന്ന് മനസ്സിലാക്കാൻ നമ്മളിതിനെ പരിഗണിക്കാതിരിക്കുന്നത് വലിയ കുറ്റമാണ്. നിങ്ങളുടെ വീട്ടിലെ 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടിയോട് നിങ്ങൾ ചോദിച്ചു നോക്ക്, ഒറ്റ കൊല്ലം കൊണ്ട് മാതൃഭാഷയിലല്ലാത്ത ഹിന്ദിയിലും ഇംഗ്ലീഷിലും അറബിയിലും വരെ ഒരു പാഠപുസ്തകത്തിന്റെ കണ്ടന്റ് ഒറ്റ കൊല്ലം കൊണ്ട് അവർ പഠിച്ചു മനസ്സിലാക്കിയിരിക്കുന്നു. ഹിന്ദി പുസ്തകത്തിന്റെ കണ്ടന്റ് ആ കുട്ടിക്കറിയും, ഇംഗ്ലീഷ് പുസ്തകത്തിന്റെ കണ്ടന്റ് അറിയും, അറബി പുസ്തകത്തിന്റെ പോലും കണ്ടന്റ് അറിയും. പക്ഷേ ഈ സമുദായത്തിലെ കുട്ടികളിലെ മഹാഭൂരിപക്ഷത്തിനും സൂറത്തുൽ ഫാത്തിഹയുടെ അർത്ഥം പോലും അറിയില്ല. മരണാസന്നർക്ക് ഓതിക്കൊടുക്കണമെന്ന് പഠിപ്പിച്ച, വിശുദ്ധ ഖുർആനിന്റെ ഹൃദയമെന്ന് വിശേഷിപ്പിച്ച സൂറത്ത് യാസീനിന്റെ ആശയം ഈ സമുദായത്തിലെ ഭൂരിപക്ഷത്തിന് അറിയില്ല. നമ്മൾ അവഗണിച്ചു അല്ലാഹുവിന്റെ കിതാബിനെ. നമ്മുടെ പക്കലുള്ള മുഅ്ജിസത്താണ് ഖുർആൻ. നമുക്ക് ഇസ്സത്ത് നൽകിയത് ആ ഖുർആനാണ്. നമ്മൾ സായിറു താരീഖ അന്ന മബഗ മംബനാ ലിൽ മിസ്ർ അൻർഫ.
ആ വിജ്ഞാനത്തിന്റെ വലിയ ഗോപുരങ്ങൾ ലോകത്ത് സ്ഥാപിച്ചത് നമ്മളായിരുന്നു. നഹ്നു ബിൽ ഖുർആനി കവ്വംനൽ ഗുയൂൻ വനശർനാ ബിൽ വറ. അല്ലാഹു അക്ബർ. ഞങ്ങൾ ഖുർആൻ കൊണ്ട് ലോകത്തിന്റെ അജയ്യ ശക്തിയായി. നമുക്ക് ആയുധമില്ല, ആറ്റം ബോംബുകളില്ല, സാമ്രാജ്യത്വ ശക്തികളുടെ കയ്യിലുള്ള പലതും നമ്മുടെ കയ്യിലില്ല. പക്ഷേ അവരൊക്കെ ഭയക്കുന്ന ഒരു ഖുർആൻ നമ്മുടെ കയ്യിലുണ്ട്. കിസ്റയുടെയും കൈസറിന്റെയും ആണിക്കല്ല് തകർത്ത ഖുർആൻ, ചരിത്രത്തിൽ അടിച്ചമർത്തപ്പെട്ട പീഡിതമർദ്ദിത ജനവിഭാഗത്തിന്റെ വിമോചനത്തിന്റെ സന്ദേശമായ ഖുർആൻ. നിങ്ങൾക്കറിയോ, പലസ്തീനിന്റെ ഗസയിലെ കുട്ടികൾ, ഗസക്കാർക്ക് ഇപ്പോൾ ഒരു വെടിനിർത്തൽ കിട്ടിയിരിക്കുന്നു. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് 2 ദിവസത്തെ ഒരു വെടിനിർത്തലുണ്ടായി. 2 ദിവസത്തെ വെടിനിർത്തൽ. ആ 2 ദിവസത്തെ വെടിനിർത്തലിൽ ഗസയുടെ ഗുഹകളിലും വീടുകളിലെ അറകളിലും ഒളിത്താവളങ്ങളിലുമുള്ള ഗസക്കാരൊക്കെയും ഒരു ദിവസം പ്രത്യക്ഷപ്പെട്ടു. 2 ദിവസത്തെ വെടിനിർത്തലാണ്. അവരെല്ലാവരും ഒത്തുകൂടി മഹാനായ ശാഫിഈ ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി അന്ത്യവിശ്രമം കൊള്ളുന്ന അദ്ദേഹത്തിന്റെ പ്രധാന കേന്ദ്രമായിരുന്ന, നമ്മളൊക്കെ പലപ്പോഴും സന്ദർശിച്ചിട്ടുള്ള പലസ്തീനിന്റെ ശാഫിഈ ഇമാമിന്റെ മക്ബറയുടെ ഭാഗത്ത് വലിയ വിദ്യാഭ്യാസ കേന്ദ്രമാണത്. അവിടെ എല്ലാവരും ഒത്തുകൂടി. ആയിരക്കണക്കിന് ഗസക്കാർ അവരാഘോഷത്തിലാണ്. എന്താണ് ആഘോഷമെന്ന് പറയോ? കഴിഞ്ഞ 1 വർഷമായി അവരുടെ മേൽ വലിയ ബോംബുകൾ വർഷിച്ചു കൊണ്ടിരിക്കുകയാണ്. വലിയ ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കിട്ടിയ 2 ദിവസത്തെ ആ വെടിനിർത്തലിൽ അവരൊത്തുകൂടിയിട്ട് നടത്തിയ ആഘോഷ പരിപാടി, ആ കാലഘട്ടത്തിൽ ഖുർആൻ പഠിച്ച 600 ഹാഫിളുകൾക്ക് സനദ് കൊടുക്കുകയായിരുന്നു. 600 കുട്ടികൾക്ക് സനദ് കൊടുക്കുകയായിരുന്നു. സഹോദരന്മാരെ, 2 ദിവസത്തെ ഇടവേളയിൽ തങ്ങളുടെ കുഞ്ഞുങ്ങളിൽ മരിക്കാത്ത കുട്ടികൾക്ക് 600 പേർക്ക് സനദ് കൊടുക്കാൻ, അങ്ങനെ ആ കുട്ടികൾ ഉമ്മ ഷഹീദായ, ബാപ്പ ഷഹീദായ, സഹോദരങ്ങൾ ഷഹീദായ, തങ്ങൾ ജീവിച്ച വീട് കൽക്കൂമ്പാരങ്ങളായ കൽക്കൂമ്പാരത്തിന്റെ മുകളിലിരുന്നു കൊണ്ട് ഹം ഹസിബുതും അൻ തദ്ഖുലുൽ ജന്ന ഫലമ്മാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബലികും മസ്സതുഹുൽ ബഅ്സാഉ വദ്ദറാ വസുൽസിലു ഹത്താ യഖൂലർ റസൂലു വല്ലദീന ആമനൂ മാഹു മതാ നസ്റുല്ലാഹ് എന്ന് 7 വയസ്സുള്ള കുട്ടി ലോകത്തോട് പാരായണം ചെയ്യുകയാണ് ഖുർആൻ. നിങ്ങൾ സ്വർഗത്തിൽ സുഖമായി കടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവോ? നിങ്ങൾക്ക് മുമ്പുള്ള ആളുകൾ അനുഭവിച്ചതുപോലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കാതെ സ്വർഗത്തിൽ കടക്കുമോ എന്ന് ആയത്തോതുമ്പോൾ ദശലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യർ, 7 വയസ്സുള്ള കുട്ടി, ബാപ്പ ഷഹീദായ കുട്ടി, ഉമ്മ ഷഹീദായ കുട്ടി, താൻ ജീവിച്ച വീടിന്റെ കൽക്കൂമ്പാരത്തിന്റെ മുകളിലിരുന്ന് ഖുർആൻ ഓതുമ്പോൾ 40,000 മനുഷ്യരെ ഗസയിൽ അവർ കൊന്നെങ്കിൽ ഒരുപാട് 40,000 ഖുർആൻ കേൾപ്പിച്ച് ലോകത്ത് ഖുർആനിന്റെ സന്ദേശം പ്രചരിപ്പിച്ചെങ്കിൽ അഭിമാനത്തിന്റെ വിജയത്തിന്റെ റമദാനാണ് ഈ റമദാൻ എന്ന് സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഇന്നിട്ട് ഖുർആനിനെ കയ്യിലെത്തുന്നില്ലെങ്കിൽ വിടില്ലല്ലാ, തീരുമാനമെടുക്കണം. ഈ റമദാനിൽ ഞാൻ ഖുർആനിനെ പഠിക്കും, ഞാൻ ഖുർആനിന്റെ ആശയം ഗ്രഹിക്കും, ഞാൻ ഖുർആനിനെ ഉൾക്കൊള്ളും, അതെനിക്ക് ഇസ്സത്ത് നൽകും. ഈ തീരുമാനത്തിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ റമദാനിനെ ചൈതന്യപൂർണ്ണമായ റമദാനാക്കി തീർക്കുമാറാകട്ടെ. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ ഒരിക്കൽ കൂടി എന്നെ നിങ്ങളെയും വസിയത്ത് നൽകുകയാണ്. സഹോദരന്മാരെ, റമദാനിൻ്റെ ദിനങ്ങൾ വളരെ അനുഗ്രഹീതമായ ദിവസങ്ങളാണ്. നമ്മുടെ പ്രാർത്ഥനകളൊക്കെ അല്ലാഹു സ്വീകരിക്കുന്ന ദിവസങ്ങളാണ്. നമ്മുടെ കർമ്മങ്ങൾക്കൊക്കെ ഇരട്ടിയായി പ്രതിഫലം നൽകുന്ന നാളുകളാണ്. റമദാനിൽ എപ്പോഴും നടത്തേണ്ട ഒരു പ്രാർത്ഥന അല്ലാഹുമ്മ അഅ്തിഖ് റിഖാബനാ മിനന്നാർ എന്നതാണ്. പടച്ചോനെ, നരകത്തിൽ നിന്ന് എൻ്റെ പിരടിയെ നീ മോചിപ്പിക്കണേ അല്ലാ എന്ന പ്രാർത്ഥന. കുറച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ മരിക്കും, എപ്പോൾ വേണമെങ്കിലും സംഭവിക്കും. നമ്മളെ കൂട്ടത്തിലുണ്ടായിരുന്ന വലിയ ആളുകളൊക്കെ മരിച്ചില്ലേ? പിന്നെ നമ്മുടെ മുമ്പിലുള്ളത് അള്ളാഹുവിൻ്റെ നരകവും സ്വർഗവും തന്നെയാണ്. 30-35 ഡിഗ്രി ചൂട് സഹിക്കാതെ ഒരുപാട് എസിട്ട് അങ്ങനെ ജീവിക്കുകയാണ് ഇപ്പം നമ്മൾ. നരകമോചനത്തിൻ്റെ ദിനങ്ങളാണ് റമദാൻ. നാറു ജഹന്നമ അശദ്ദു ഹർറ്, നരകത്തിൻ്റെ ചൂട് കഠിന ചൂടാ. അന്നാറുൽ കുബ്ര, ഭയങ്കര തീയ. അല്ലത്തി തത്തലിഉ അലൽ അഫ്ഇദ, ഹൃദയങ്ങളെ അള്ളിപ്പിടിക്കുന്ന തീയ. ആദമിൻ്റെ മക്കൾ കത്തിക്കുന്ന തീയിനേക്കാൾ 70 ഇരട്ടി ചൂടാ.
ലാ യദൂഖൂന ഫീഹാ ബർദൻ വലാ ശറാബ. ആ നരകത്തിലൊരു ചൂടോ തണുപ്പോ ആസ്വാദനമോ ഇല്ല. ഇല്ലാ ഹമീമം വഗസ്സാഖ ജസാഅൻ വിഫാഖ. ചുട്ട് തിളക്കുന്ന വെള്ളവും തുറനീരുമല്ലാതെ ഇല്ല. മരിച്ചങ്ങ് തീരോ? ഇല്ല. കുല്ലമാ നളിജത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹ. ഒരു തൊലി കത്തിക്കരിഞ്ഞാൽ ഉടനെ മറ്റൊരു തൊലി രൂപപ്പെട്ടു വരും. അവസാനിക്കൂല ശിക്ഷ. ഖാലിദീന ഫീഹ. ആ നരകത്തിൽ ശാശ്വതര. നമുക്കിപ്പോൾ കൂട്ടുകെട്ടുണ്ട്, ബന്ധങ്ങളുണ്ട്, പാർട്ടിക്കാരുണ്ട്, ആൾക്കാരുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അള്ളാൻ്റെ അടുത്തേക്ക് വലക്കത്തിച്ചു തുമൂന ഫുറാദ. ഒറ്റക്കാണല്ലേ വരവ്. നമ്മൾ നിസ്സഹായരാ റബ്ബിൻ്റെ മുമ്പിൽ. അമലുകൾക്ക് മാത്രമേ നമ്മൾ രക്ഷപ്പെടുത്താൻ കഴിയൂ. وأما من ثقلت موازينه فهو في عيشة راضية وأما من خفت موازينه فأمه هاوية وما أدراك ما هي نار حامية. അർത്ഥങ്ങൾക്ക് അറിയായിരിക്കും. നന്മയുടെ തുലാസ് കനം കുറഞ്ഞാൽ ശിക്ഷയാണ്. സഹോദരന്മാരെ, പിടക്കുന്ന മനസ്സേറ്റായിരിക്കണം ജീവിക്കേണ്ടത്. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അഷ്റഫുൽ ഖൽഖ, സൃഷ്ടികളിൽ ശ്രേഷ്ഠന. പക്ഷേ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖുർആൻ ഓതി കൊടുത്തപ്പോൾ ഒരു രംഗത്തെത്തിയപ്പോൾ റസൂൽ പൊട്ടി കരഞ്ഞു. ഫകൈഫ ഇദാ ജിനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദ് വജിനാ ബിക അലാ ഹൗലാഇ ശഹീദാ. ഓരോ അമ്പിയാക്കന്മാരും അവരുടെ ദൗത്യം നിർവഹിച്ചോ എന്ന് ചോദിക്കുമ്പോൾ താങ്കളുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ അഷ്റഫുൽ ഖൽഖ് പൊട്ടി കരയുക. അപ്പം നമ്മളോ? മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറക്കുന്ന പക്ഷികളോട്, കിളികളെ നിങ്ങളെത്ര ഭാഗ്യവാന്മാരാ, നിങ്ങൾക്ക് ഹിസാബില്ലല്ലോ. ഈ പാവം അബൂബക്കറിന് അള്ളാഹിനോട് കണക്ക് പറയണ്ടേ? കത്തിക്കൊണ്ടിരിക്കുന്ന വിളക്കിൻ്റെ അടുത്തേക്ക് വിരലിങ്ങനെ കൊണ്ടുപോയിട്ട് വിരൽ ചൂട് പിടിക്കുമ്പോൾ വിരൽ വലിച്ചിട്ട് അദ്ദേഹം തൻ്റെ വിരലിനോട് ചോദിക്കുന്നുണ്ട്, ഒരു ചിമ്മിണി വിളക്കിൻ്റെ ചൂട് സഹിക്കണില്ലല്ലേ? എൻ്റെ ശരീരമേ, നിനക്കെങ്ങനെ നരകത്തിൻ്റെ ചൂടിനെ തടുക്കാൻ പറ്റും? എങ്ങനെ തടുക്കാൻ പറ്റും? അദ്ദേഹം ചോദിക്കുകയാണത്. കാരണം നിസ്കരിക്കാൻ ഇമാമത്തിന് അത്ര പറ്റിയ ആളല്ല എന്നാണ് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത്. കാരണം അബൂബക്കർ സിദ്ദീഖ് നിസ്കരിക്കാൻ ഇമാമ് എന്ന കരച്ചിലായിരിക്കും. ധീരനല്ലേ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. കഴിഞ്ഞ ദിവസം തറാവീഹിന് നിന്നപ്പോൾ ഇവിടുത്തെ ഇമാം സൂറത്ത് തൂർ ഓതിയപ്പോൾ അതിലെ 2 ആയത്ത് വന്നിരുന്നു. ആ സൂറത്ത് തൂറിലെ 2 ആയത്ത്, ഇന്ന അദാബ റബ്ബിക ലവാഖിയ മാ ലഹു മിൻ ദാഫിയ. അള്ളാഹുവിൻ്റെ ശിക്ഷ സംഭവിക്കും, അതിനെ തടുക്കാൻ ഒരാൾക്കും പറ്റൂല എന്നുള്ള ആയത്ത് കേട്ടപ്പോൾ ലോകത്തെ പിടിച്ചു കുലുക്കിയ കിസ്റയെയും കൈസറിനെയും വിറകൊള്ളിച്ച ധീരനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ബോധം കെട്ട് താഴെ വീണു. ബോധം തെളിഞ്ഞ് ഏങ്ങി വലിഞ്ഞ് വീട്ടിൽ ചെന്ന് 20 ദിവസം പനി പിടിച്ച് കിടന്നു. 25 വയസ്സുള്ള ഹുബൈബ് റളിയല്ലാഹു അൻഹു, ഒരു 25 വയസ്സ്. അദ്ദേഹത്തെ തൂക്കിലേറ്റുന്നതിന് മുമ്പ്, ആ തൂക്കുമരത്തിലേറ്റുന്നതിന് മുമ്പ് അദ്ദേഹം ചൊല്ലിയ കവിതയിൽ പറയുന്നുണ്ട്, അറബി ലോകത്ത് ആദ്യത്തെ തൂക്കുകയറ. 25 വയസ്സേ ഉള്ളൂ, നമ്മുടെ ചെറിയ മോൻ്റെ പ്രായം. ആ 25-ാമത്തെ വയസ്സിൽ ഹുബൈബ് റളിയല്ലാഹു അൻഹു തൂക്കുകയർ ഏറ്റുവാങ്ങുമ്പോൾ അദ്ദേഹം ചൊല്ലിയ കവിതയിൽ തൂക്കുകയറിൻ്റെ മുമ്പിൽ നിന്ന് അദ്ദേഹം ഇങ്ങനെ പൊട്ടിക്കരയുന്നുണ്ട്. വമാ ബി ഖിദാറുൽ മൗത്തി ഇന്നി ലമയ്യിത്തുൻ വലാകിൻ ഖിദാരി ഹർറുൻ ആദിം മുലഫഖി. ഞാനിപ്പോൾ മരിച്ചു പോകുമല്ലോ എന്ന് പേടിച്ചിട്ട് കരയണതല്ല, മറിച്ച് മരിച്ചങ്ങ് ചെന്നാൽ കത്തിജ്വലിക്കുന്ന നരകത്തെ ഓർത്തിട്ടാണ് ഞാൻ കരയുന്നത്. നരകത്തെ ഓർത്തിട്ടാണ് കരയുന്നത്. ആരായി പറയണത്? ഷഹീദാകാൻ പോണ ഹുബൈബ് റളിയല്ലാഹു അൻഹു. സഹോദരന്മാരെ, കണ്ണീരിറ്റി ദുആ ചെയ്യണം. അല്ലാഹുമ്മ അത്തിഖ് റിഖാബനാ മിനന്നാർ, അല്ലാഹുമ്മ അത്ഖിനി മിനന്നാർ വഅദ്ഖിൽനൽ ജന്നത യാ റബ്ബൽ ആലമീൻ. റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സാഅത്ത് മുസ്തഖറൻ വ മുഖാമ. അല്ലാഹ് നരകത്തിൽ നിന്ന് കാക്കണേന്ന് പറയണം. നമ്മുടെ ജീവിതത്തിൻ്റെ വിജയം ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിലെത്തുമ്പോഴാണ്. വേറെ ദുനിയാവ് ഒന്നും ഒരു ഘടകമല്ല, ഒരു സ്ഥാനമാനവും ഒരു സമ്പത്തും ഒന്നും ഒരു ഘടകമല്ല. നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിൽ ആരെത്തുവോ അയാളാണ് വിജയിച്ച ആളുകൾ. ഞാൻ റമദാനിൻ്റെ തുടക്കത്തിൽ തന്നെ ഈ കുറേ കാര്യങ്ങൾ പറഞ്ഞത്
വളരെ ചൈതന്യപൂർണമായി റമദാനാക്കാൻ പടച്ചോനെ പേടിക്കുന്ന, രഹസ്യമായി കുറച്ചൊക്കെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന, ഖുർആൻ പാരായണം മാത്രമല്ല ഖുർആനിൻ്റെ ആശയം ഗ്രഹിക്കുന്ന, എൻ്റെ ജീവിതത്തെ ഇനി അങ്ങ് നന്നാക്കണം, എൻ്റെ കർമ്മപുസ്തകത്തിൽ ഇടം പിടിച്ച തിന്മകളെ എനിക്ക് മായ്ച്ചെടുക്കണം, യുബത്തിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്, അതിലെ തിന്മകളെ നന്മകളാക്കണം. ഈ നിയ്യത്തോടു കൂടി സഹോദരന്മാരെ നമുക്ക് റമദാനിൽ സ്വീകരിക്കാൻ കഴിയണം. റമദാനിൽ എത്ര സജീവത ഉണ്ടോ അത് തുടരണം. കേരളത്തിലെ പള്ളികളിലൊക്കെ റമദാനിക്ക് ആളുകൾ കൂടുതലാണ്. ഞാൻ ഖുതുബ നിർവഹിക്കുന്ന പൊന്നാനിയിൽ പ്രത്യേക ഷെഡ് തന്നെ, വലിയ ഷെഡ് കെട്ടിയിരിക്കുകയാണ് പുറത്ത്. എന്ന് പറഞ്ഞാൽ അത്രയും ശതമാനം ആളുകൾ സാധാരണ ജുമാക്ക് പങ്കെടുക്കുന്നില്ല എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. ജുമാക്ക് പോലും പങ്കെടുക്കുന്നില്ല, റമദാനിക്ക് മാത്രം. അതും അവസാനത്തെ റമദാനിക്കാണ് കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്നത്. എന്തൊരു മിഥ്യാധാരണയിലാണ് മനുഷ്യർ. 4 റമദാനിൻ്റെ ജുമായിൽ പങ്കെടുത്താൽ, അല്ലെങ്കിൽ റമദാനിൻ്റെ അവസാനത്തെ ജുമായിൽ പങ്കെടുത്താൽ സ്വർഗം കിട്ടുമെന്നാണോ നമ്മൾ വിചാരിച്ചത്? കിട്ടില്ല എന്ന് മാത്രമല്ല, ആ നമസ്കാരം ഫവൈലുൽ ലിൽ മുസല്ലീൻ, അത്തരം നമസ്കാരക്കാർക്ക് ശിക്ഷയാണ്. അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, തങ്ങളുടെ നമസ്കാരത്തെക്കുറിച്ച് അവർ അശ്രദ്ധരാണ്. അതുകൊണ്ട് മനസ്സിൽ തട്ടി ഹൃദയത്തോട് ചേർത്ത് സ്നേഹപൂർവ്വം ഞാൻ എൻ്റെ സഹോദരന്മാരെ എന്നെ ഉപദേശിക്കുകയാണ്. റമദാനിൽ നേടുന്ന നന്മകൾ, ചെയ്യുന്ന കർമ്മങ്ങൾ ജീവിതത്തിൻ്റെ അവസാന സെക്കൻഡ് വരെ തുടരുമെന്ന നിയ്യത്തോടു കൂടി നോമ്പെടുത്താൽ മൻ സാമ റമദാന ഈമാനം വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, ഈമാനോട് പ്രതിഫലകാംക്ഷയോട് കൂടി ആര് നോമ്പെടുത്ത് അവരുടെ കഴിഞ്ഞു പോയ പാപങ്ങൾ അല്ലാഹു തആല പുറത്തു തരും. ഇന്നലിൽ ജന്നത്തി ബാബുൻ യുഖാലു ലഹു റയ്യാൻ, സ്വർഗ്ഗത്തിനൊരു വാതിലുണ്ട്, റയ്യാൻ എന്ന് പറയുന്ന വാതിൽ. ആ വാതിൽക്കൽ നിന്നുകൊണ്ട് മലായിക്കത്തുകൾ വിളിച്ചു ചോദിക്കും, മൈനസ്സായിമൂൻ, എവിടെ നോമ്പുകാർ? അവസാനത്തെ നോമ്പുകാരനെയും പ്രവേശിപ്പിച്ചുകൊണ്ട് ആ വാതിലടക്കും. ആ അവസാനം ആ റയ്യാൻ എന്ന് പറയുന്ന സ്വർഗീയ കവാടത്തിലൂടെ പ്രവേശിക്കുന്ന നോമ്പുകാരുടെ കൂട്ടത്തിൽ അല്ലാഹുവേ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകണേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് തയ്യിബ് സറാഹും വജ്അലിൽ ജന്നത മഅവാഹും. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اقسم لنا من خشيتك ما تحول به بيننا وبين معصيتك، ومن طاعتك ما تبلغنا به جنتك، ومن اليقين ما تهون به علينا مصائب الدنيا. اللهم متعنا بأسماعنا وأبصارنا وقواتنا ما أحييتنا واجعله الوارث منا، واجعل ثأرنا على من ظلمنا وانصرنا على من عادانا، ولا تجعل مصيبتنا في ديننا، ولا تجعل الدنيا أكبر همنا ولا مبلغ علمنا، ولا تسلط علينا من لا يرحمنا. الله ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. اللهم ارحمنا يا أرحم الراحمين، اللهم ارحمنا يا أرحم الراحمين، اللهم ارحمنا يا أرحم الراحمين. اللهم انصر المسلمين في كل مكان ودمر أعداءنا وأعداء الدين وشتت شملهم وفرق جمعهم يا رب العالمين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم إنا نسألك الهدى والتقى والعفاف والغنى. اللهم إنا نسألك علما نافعا ورزقا طيبا وعملا متقبلا. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم لا تشبه خلقنا بالنار ولا تجعلنا من حطب النار فإنها بئس الدار وبئس المثوى وبئس القرار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.